വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലാണ് നാടിനെ നടുക്കുന്ന വലിയ അപകടം ഇന്ന് സംഭവിച്ചത്. മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഇപ്പോൾ മരണം 5 ആയിരിക്കുകയാണ്. 9 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മണ്ണിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. 7ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വേണ്ടിവരും എന്നാണ് കരുതുന്നത്. അതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടർന്നു വരുന്നു. ആദ്യഘട്ടത്തിൽ ആളുകളും ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. പിന്നീട് കൂടുതൽ NDRF ഉൾപ്പെടെയുള്ള സേനകളെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള സംഘം കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഊർജിതമായി തെരച്ചിൽ ഇപ്പോൾ നടന്നു വരികയാണ്. 7ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചത്. മന്ത്രിമാർ അല്പസമയത്തിനകം അവിടെ എത്തും. ഇനി മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക. എന്തായാലും നാടിനെ നടുക്കുന്ന വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ചൂരൽമല ദുരന്തമുണ്ടായതിന് സമീപമാണ് ഈ ദുരന്തമുണ്ടായിട്ടുള്ളത്. ആ ദുരന്തം പെയ്തിറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. എത്രമാത്രം ശക്തിയോടുകൂടിയാണ് ആ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അവിടെ കാണാം. ഇത് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ്. ഈ തുരങ്കപാതയ്ക്ക് വേണ്ടിയെടുത്ത മണ്ണ് മാറ്റാത്തതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. അവിടെ ശബ്ദം കേട്ട് ഓടിയെത്തുന്നവർക്ക് പുറത്തേക്ക് വരെ ആ മണ്ണും വെള്ളവും കലർന്ന ആ ഒഴുക്ക്, ആ പ്രവാഹത്തിൽ അവർ ഒലിച്ചു പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ടാങ്കർ ലോറിയെ പോലും എത്ര ദൂരത്തേക്ക് അത് തള്ളിക്കൊണ്ട് വന്നു എന്ന് നമുക്ക് കാണാം. അതിനുള്ളിൽ പെട്ടവർ എണീറ്റ് മാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ എല്ലാ ദിവസത്തെയും പോലെ, ഒരു സാധാരണ ദിവസത്തെ പോലെ നിന്ന മനുഷ്യരാണ്. അവർക്ക് മുകളിലേക്കാണ് ചെളി നിറഞ്ഞ മണ്ണും വെള്ളവും ഇങ്ങനെ ഒഴുകി എത്തിയത്. ടാങ്കർ ലോറി ഒപ്പം മറ്റ് 2-3 വാഹനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവയുടെ മുകളിലേക്കൊക്കെ ഈ മണ്ണും ചെളിയും വീഴുകയായിരുന്നു. ഇത് ഉരുൾപൊട്ടലല്ല എന്നതാണ് ഇതുവരെ ഔദ്യോഗികമായി പറയുന്ന വിവരം. മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും ഒക്കെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇത് ഉരുൾപൊട്ടലല്ല, ഈ തുരങ്കപാതയ്ക്ക് വേണ്ടി നീക്കിയ മണ്ണ് അവിടെ മാറ്റാതെ നിർത്തിയിരുന്നു. ഇത് അപകടം സൃഷ്ടിക്കുമെന്ന പലതരത്തിലുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. PWD മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ വരെ യോഗം ചേർന്നപ്പോൾ ഇതിന്റെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നു. ജൂൺ 20 തന്നെ കളക്ടർ ഈ മണ്ണ് നീക്കണമെന്നാവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ നിർദ്ദേശം തുരങ്കപാത നിർമ്മാണ കമ്പനി അധികൃതർ ഉൾക്കൊണ്ടില്ല, അത് പാലിക്കപ്പെട്ടില്ല. അതാണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചത്. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കൃഷിമന്ത്രി ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നത് ആവർത്തിച്ച് 2 തവണ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നതാണ് പറഞ്ഞത്. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിൻ്റെ ഘടന വളരെ വ്യത്യാസമാണ്. ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഫോഴ്സുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. മഴയുടെയും ഈ മണ്ണിൻ്റെ ഘടന, ഒരു ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി 8 എസ്കലേറ്റർ അവിടെ ഉണ്ട്, നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്യുപ്മെൻസിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല, ഫോഴ്സിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. 9 പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 മരണമായി മാറിയിരിക്കുന്നു. ഇനി 7 പേരെയാണ് കാണാനുള്ളത്.
ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന 2 എഞ്ചിനീയർമാർ ഉൾപ്പെടെ 7 പേരെയാണ് കാണാത്തത്. ഈ തുരങ്കപാതയുടെ നിർമ്മാണം കഴിഞ്ഞ ദിവസം തന്നെ നിർത്തിവെച്ചിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് നിർമ്മാണം നിർത്തിവെച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി അവിടെ എത്തിയ 2 എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. 7 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് കരുതുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, 7 പേരെ കാണാനില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിവരം. അവർ ആ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കരുതുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടോ? വിട്ടുവിട്ടു പെയ്യുന്ന ശക്തമായ മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വിഘാതം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? അനീഷ, കേൾക്കാമോ? അനീഷിലേക്ക് വരാം. അനീഷും ജയരാജും ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട്, സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. നേരത്തെ ജയരാജ് സൂചിപ്പിച്ചത് ഇതിൻ്റെ ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നമുക്ക് വളരെ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ കൂടിക്കിടന്ന മണ്ണ് മാത്രമല്ല, ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് എന്നതൊക്കെ ജയരാജ് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും അവിടെ കൂടി നിന്ന മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഈ അപകടത്തിന് ശേഷം അവിടെ കാണാൻ കഴിഞ്ഞത് എന്നതാണ് അവർ പറഞ്ഞത്. ഈ അപകടം നേരിട്ട് കണ്ടവരുണ്ട്. ചെറിയ ഒരു ശബ്ദത്തോടു കൂടിയാണ് അവിടെ ഈ അപകടത്തിന് തുടക്കം. ആ സൗണ്ട് കേട്ട് അവിടേക്ക് എത്തിയവരും ഈ അപകടത്തിൽ പെട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. മേപ്പാടിയിൽ നിന്നൊക്കെ എത്തിയ തൊഴിലാളികൾ അവർ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട്. കുറേ പേരെ രക്ഷിച്ച് ആശുപത്രികളിൽ എത്തിച്ചു. അവിടെ നിന്നൊക്കെ വരുന്ന പ്രതികരണങ്ങൾ എത്രമാത്രം ഭീതിതമായിരുന്നു ഈ അപകടം എന്ന് സൂചിപ്പിക്കുന്നതാണ്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും 7 പേർ, ആദ്യ വന്ന വാർത്തകൾ ഏതാണ്ട് 30ഓളം പേർ അതിൽ പെട്ടിപ്പോയിട്ടുണ്ട് എന്നതൊക്കെ ആയിരുന്നു. എങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കാര്യം, വിവരങ്ങളനുസരിച്ച് 7 പേർ ഈ അപകടത്തിൽ കാണാനില്ല എന്നതാണ്. അവർ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്നതാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ട് അവിടെ. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ സാധ്യമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും വെല്ലുവിളിയായി തുടരുന്നത് കാലാവസ്ഥയാണ്. കഴിഞ്ഞ 2 ദിവസമായി വലിയ ശക്തമായ മഴ അവിടെ ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 226 മില്ലിമീറ്റർ മഴ ഇന്നലെ ലഭിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോഴും യെല്ലോ അലർട്ടായിരുന്നു. പക്ഷേ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള മഴ പെയ്തു എന്നതാണ് പറയുന്നത്. കൃഷിമന്ത്രി T. സിദ്ദീഖ് പറഞ്ഞത്, പക്ഷേ ഇവിടെ പെയ്ത മഴയേക്കാൾ കൂടുതൽ മഴ പെയ്ത ഇടങ്ങൾ വയനാട്ടിൽ വേറെയുണ്ട് എന്നതാണ്. അപ്പോൾ മഴയല്ല അപകടത്തിലേക്ക് നയിച്ചത്. ഈ നിർമ്മാണം, അതിനുശേഷം സൂക്ഷിച്ചിരുന്ന മണ്ണ്, അത് അമിതമായി അവിടെ കൂട്ടിയിട്ടതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് പറയുന്നത്. മണ്ണിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകത, അത് ചെളി നിറഞ്ഞ മണ്ണാണ്. അത് വലിയ അപകടം സൃഷ്ടിച്ചു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നും വയനാട്ടിൽ റെഡ് അലർട്ടാണ്. വയനാട്ടിലും കോഴിക്കോട്ടും റെഡ് അലർട്ടാണ്. വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിൽ. ഇപ്പോൾ MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരുകയാണ്. അനീഷ്, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? 2 മന്ത്രിമാർ വയനാട്ടിലേക്ക് എത്തുകയാണ്. കൃഷിമന്ത്രി T. സിദ്ദീഖും ഒപ്പം റവന്യൂ മന്ത്രി AP അനിൽകുമാറും എത്തുന്നു. രക്ഷാദൗത്യം ഏകോപിപ്പിക്കുക എന്നതാണ് അവരുടെ ദൗത്യം. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം ഉണ്ടാകുമോ? കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.